ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അച്ചസ് ഡിസൈൻ. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ കുർത്തി ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ബോട്ടിൽ ഗ്രീൻ കളറിലെ ഫാബ്രിക് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ then നമുക്ക് സീക്വൻസ് വേണം, അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ത്രെഡുകളും കട്ട് ബീഡ്സും ഒക്കെ വേണം. ഇതൊരു ആൻറ്റിക് സിൽവർ കളറിലെ കട്ട് ബീഡ്സ് ആണ്. അതേപോലെ തന്നെ നമുക്ക് 2 സിൽക്ക് ത്രെഡ്സ് കൂടെ എടുത്തിട്ടുണ്ട്. ഒരു റെഡ് കളറും ഒരു പാര ഗ്രീൻ കളറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ബോട്ടിൽ ഗ്രീൻ കളറാണ് കേട്ടോ. ലൈറ്റിൻ്റെ കളർ കൂടിപ്പോയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു കളറിൽ വന്നിരിക്കുന്നത്. ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ പാറ്റേൺ വന്നിട്ട്, നമ്മുടെ പാറ്റേണിൻ്റെ നെക്ക് നമ്മുടെ ഒരു അങ്കർഖ കട്ട് മോഡലിലാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഒരു പോർഷനിലാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. നെക്ക് നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അവിടെ നിന്ന് റൈറ്റിലേക്കോ അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കോ നിങ്ങൾക്ക് ഇതേപോലെ ലൈൻസ് വരച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു ബോക്സ് പോലെ ആക്കിയെടുക്കുക. നമുക്ക് യോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 14 ആണ്. സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ് 14. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ വിത്തും അതുപോലെ യോക്കിൻ്റെ ലെങ്തും ഒക്കെ നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ കണ്ടോ, ആ ഒരു കോർണറിൽ കുറേ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്, താഴേക്ക് കുറേ ലൈൻസ് വന്നിട്ടുണ്ട്, വലുതും ചെറുതുമായിട്ടുള്ള ലൈൻസ്. അതേപോലെ ഷോൾഡറിൻ്റെ ഭാഗത്തും കുറച്ച് ലൈൻസ് വന്നു. പിന്നെ നമ്മുടെ താഴത്തെ പോർഷനിലും കുറച്ച് ലൈൻസും കുറേ ഫ്ലവേഴ്സും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ യോക്കിനകത്ത് കുറേ ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് നമ്മുടെ ബീഡ്സുകളും സീക്വൻസുകളും ഒക്കെ സ്പ്രെഡ് ചെയ്ത പോലെ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ഈ ഒരു അംഗ്രഖ മോഡലിലാണ് നമ്മുടെ ഈ ഒരു കുർത്തി. അതിൻ്റെ 3 ഭാഗത്തായിട്ടാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു മെറ്റീരിയലിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു കോർണറിലും അതേപോലെ നെക്കിൻ്റെ ഭാഗമാണ് കേട്ടോ ഇത്. നെക്കിൻ്റെ ഭാഗത്തുള്ള ആ ഒരു കോർണറിലും ഞാൻ ഇതുപോലെ കുറേ ഫ്ലവേഴ്സ് ചെയ്യാൻ വേണ്ടി റൗണ്ട്സ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുറേ ലൈൻസും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ആ റെഡ് കളറിലെ നൂലെടുത്തിട്ട് ഞാൻ റിംഗ് നോട്ടാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. റിംഗ് നോട്ട് സ്റ്റിച്ച് ഓരോ പെറ്റൽസായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ നീഡിലിൽ 2 ടൈംസ് ഒന്ന് നീഡിലിൽ ത്രെഡ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പതിയെ താഴേക്ക് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊരു നോട്ട് കിട്ടും. പിന്നെ നമുക്ക് അതിനോട് ചേർന്ന് തന്നെ അടുത്ത നോട്ട് എടുക്കുക. 2 ടൈംസ് റൊട്ടേറ്റ് ചെയ്യുക, പതിയെ താഴേക്ക് വലിക്കുക. വീണ്ടും നമ്മൾ അടുത്ത നോട്ട് എടുക്കുക. അങ്ങനെ നമ്മൾ ഓരോ പെറ്റലായിട്ട് നമ്മൾ ചെയ്തിട്ടെടുക്കുകയാണ് ഈ റിംഗ് നോട്ട്. അപ്പോൾ റിംഗ് നോട്ട് ചെയ്യാനായിട്ട് ആദ്യം കുറച്ച് ബിഗിനേഴ്സിന് കുറച്ച് പ്രയാസമാണ്. അതും പ്രത്യേകിച്ച് സിൽക്ക് ത്രെഡിൽ ചെയ്യാനായിട്ട് കുറച്ച് പ്രയാസമാണ്. നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സിൽക്ക് ത്രെഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് സിൽക്ക് ത്രെഡിൽ കൈ വഴങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോട്ടൺ ത്രെഡ്സിൽ നിങ്ങൾ ചെയ്ത് നോക്കുക, ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ എടുക്കുക. ഞാനിപ്പോൾ ഇതൊരു 8 സ്ട്രാൻഡ്സിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. 8 സ്ട്രാൻഡ്സ് എന്ന് പറയുമ്പോൾ 4 സ്ട്രാൻഡ്സിൽ എടുത്തിട്ട് 2ആയിട്ട് മടക്കിയിട്ടാണ് 8 സ്ട്രാൻഡ്സ് ആക്കി എടുക്കുന്നത്. എന്നിട്ടാണ് ഞാൻ ഇത് റിംഗ് നോട്ടായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് സെൻറ്ററിൽ ഒരു നോട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് റിംഗ് നോട്ട് ഫിനിഷ് ചെയ്യാം. ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഇനി നമ്മുടെ ഒരു ഗ്രീൻ കളറിലെ ഫാബ്രിക് ഉണ്ടല്ലോ, ത്രെഡ് ഉണ്ടല്ലോ, ആ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് ഞാൻ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇടവിട്ട് ചെയ്ത് കൊടുക്കാം. അതായത് റെഡും ഗ്രീനും എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ ഫസ്റ്റ് നോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ റിംഗ് നോട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുമേ. ഇപ്പോൾ കണ്ടോ, ഞാനത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഞാൻ ചെയ്യുന്നത്, കുറേ ലൈൻസ് കണ്ടോ, ആ ലൈൻസിൽ നമ്മളുടെ ഈ ഒരു ആൻറ്റിക് സിൽവർ കളറിലെ കട്ട് ബീഡ്സ് എടുത്തിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് നമ്മുടെ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, ഫ്ലവേഴ്സിനകത്ത് കുറച്ച് ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പുള്ള ഭാഗം കംപ്ലീറ്റ് നമ്മളുടെ ഈ ഒരു സിൽവർ ബീഡ്സ് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് അടുപ്പിച്ച് തിക്കായിട്ട് അങ്ങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആ ഫ്ലവേഴ്സിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പുണ്ട്, കാണുമ്പോൾ അറിയാമല്ലോ. ആ ഒരു ഭാഗം കംപ്ലീറ്റായിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഒട്ടും ഗ്യാപ്പ് വരാത്ത വിധത്തിൽ ഇതേപോലെ തിക്കായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എങ്കിൽ മാത്രമേ ഇതിനുള്ള പ്രത്യേക ഒരു ഭംഗി കിട്ടത്തുള്ളൂ കേട്ടോ. ഈ ഒരു ഡിസൈന് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു മെഷർമെൻറ്റ് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു എടുത്താൽ മാത്രം മതി. നമ്മൾ ആദ്യം നെക്ക് മാർക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ യോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 14 ആണ്.
14 വരുന്ന സമയത്ത്, അതായത് നെക്കിൻ്റെ അവിടുന്ന് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ നിങ്ങൾക്ക് ജസ്റ്റ് ലൈൻ വരച്ചിട്ട് ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കാം. അംഗ്രഖ മോഡലിലാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് നമുക്കൊന്ന് ഡിസൈൻ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം, നമ്മുടെ ബീഡ്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ലൈൻസാണ്. നമ്മൾ ഓരോ ബീഡ് യൂസ് ചെയ്തിട്ട് നമ്മളങ്ങ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആരി നീഡിൽ വെച്ചിട്ട് ചെയ്യാൻ അറിയുന്നവർക്ക് ആരി നീഡിൽ വെച്ചിട്ട് ചെയ്യുക. അല്ലാത്തവർ ഇതുപോലെ നോർമൽ നീഡിൽ നമ്പർ 12 ആണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 12 അല്ല. അപ്പോൾ അതുകൊണ്ട് ചില ബീഡ്സുകൾ കയറാൻ ഇച്ചിരി പ്രയാസമുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ നീഡിൽ നമ്പർ 12 തന്നെ എടുക്കുക. 12 ആകുമ്പോൾ നമുക്ക് ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല നീഡിൽ അതാണ്. കാരണം എല്ലാ ബീഡുകളും നമുക്കതിൽ കയറും. അപ്പോൾ അത് എന്താ പറയുക, ടൈലറിങ് ഷോപ്പിലും മിക്ക ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം നിങ്ങൾ ബീഡ്സ് വർക്ക് ചെയ്യുന്നവർ അതൊന്ന് വാങ്ങിച്ച് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതേപോലെ നമ്മളുടെ ആ ഒരു ലൈൻസ് നമ്മൾ കംപ്ലീറ്റ് നമ്മളൊന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ്. പിന്നെ അതേപോലെ ഓരോ ലൈൻസും നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതേപോലെ തന്നെ നമ്മൾ വലുതും ചെറുതും നമ്മൾ വരച്ചേക്കണം കണ്ടോ. ആ വലുതും ചെറുതും എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കണം. ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ സീക്വൻസ് വർക്കുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ദാ ഇതേപോലെ ഓരോ ബീഡ്സായിട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളുടെ ബീഡ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സീക്വൻസ് എടുക്കാം. സീക്വൻസ് എടുത്തിട്ട് നമുക്കത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഓരോ ലൈൻസ് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇങ്ങനെ ചെയ്തു പോവാം. ഇനിയിപ്പം നമുക്ക് സീക്വൻസ് നോക്കാം. ഇനിയിപ്പോൾ ഞാൻ നമ്മൾ ആദ്യം പിന്നെ ത്രെഡ് ഒന്ന് അതിന് മുകളിൽ കൂടി അതിൻ്റെ ഇടയ്ക്കൂടി എടുക്കുക. ലാസ്റ്റ് ചെയ്ത ബീഡ്സിൻ്റെ ഇടയിൽ കൂടി എടുക്കുക. അകത്തുകൂടി ആ ഒരു നീഡിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഒരു സീക്വൻസ് എടുത്തിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ ബാക്കി എല്ലാ ലൈൻസുകളും നമ്മൾ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഈ ഒരു ഡിസൈൻ വളരെ സിമ്പിളാണ്. കുറച്ച് ഫ്ലവേഴ്സ് ചെയ്യുക, പിന്നെ അതിനകത്ത് നമ്മൾ തിക്കായിട്ട് ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുക്കുന്നു, പിന്നെ നമ്മൾ ലൈൻസൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വർക്ക്. ഇനിയിപ്പോൾ നമ്മുടെ യോക്കിൻ്റെ ഭാഗത്ത് കണ്ടോ, താഴെ നമുക്ക് ചെയ്ത് കൊടുക്കണം. താഴെ നമുക്ക് ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. താഴെ ചെയ്ത് അപ്പോൾ ഇതുപോലെ കണ്ടോ കുറച്ച് ഗ്യാപ്പുകൾ കണ്ടോ. ആ ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ നമ്മളിതാ ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അടുപ്പിച്ച് ചെയ്യേണ്ട, കുറച്ച് അകത്തി നമ്മൾ ചെയ്ത് കൊടുക്കുക. കുറേ അകത്തി ഇങ്ങനെ ഓരോ ബീഡായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ സീക്വൻസും നമുക്ക് ഓരോന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഒരു സീക്വൻസ് ചെയ്തു, കുറച്ച് അകത്തിയിട്ട് അടുത്ത സീക്വൻസ് ചെയ്തു, പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് കട്ട് ബീഡ്സും വരണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഡിസൈൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ ഫ്ലവേഴ്സൊക്കെ ചെയ്ത് കൊടുത്തു, പിന്നെ ആ ലൈൻസൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തു, പിന്നെ അത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്നും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇതുപോലെ പുതിയ വീഡിയോസൊക്കെ കാണണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.